ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പലണ്ടി ചട്നിയാണ്. നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ദോശയുടെയും ഇഡ്ഡലിയുടെയും ഉഴുന്നുവടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല കോമ്പിനേഷനാണ് ഈ ചട്നി. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് കപ്പലണ്ടി ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി കുറച്ചൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 4 പച്ചമുളക് ചേർക്കാം. ഈ വലിപ്പത്തിലുള്ള ഒരു ഉണ്ട വാളംപുളി ചേർക്കാം. നമ്മൾ ഈ വാളംപുളി ചേർക്കുന്നത് കപ്പലണ്ടിയുടെ ആ ഒരു മധുരിപ്പില്ലേ, അതൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. ഈ പച്ചമുളകൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. കണ്ടോ, ഇപ്പോൾ കപ്പലണ്ടി പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. ഈ വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിന് അരച്ചെടുത്താൽ മതി. ഇനി ഒരു ബൗളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയ ശേഷം ഒരു ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത ശേഷം 2 ഉണക്കമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചമ്മന്തിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. കണ്ടോ, അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പലണ്ടി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കപ്പലണ്ടി ചട്നി തയ്യാറാക്കി നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.